ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കിച്ചണിലേക്ക് വന്നു. 3:30 AM രാവിലെ വെള്ളം കുടിക്കുകയാണ്. പിന്നെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ പണിയിലേക്ക് തുടങ്ങാം. അപ്പോൾ രാവിലെ ഈ ഇൻഡക്ഷനിലിരിക്കുന്നത് ചോറാണ് കേട്ടോ. അപ്പോൾ ചോറ് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് വാർത്തിടാം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ജയ അരിയാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ജയ അരിയാണ് ഇഷ്ടം. അപ്പം എൻ്റെ അച്ഛനൊക്കെ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ളോഗ്സിലും ഏട്ടനോടൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വളർന്ന കുട്ടിയാണ്. കാരണം നല്ല രുചിയും നല്ല ഭക്ഷണവും എനിക്ക് കണ്ടാൽ അറിയാം, കഴിച്ചാൽ ആ രുചി കഴിച്ചാൽ എനിക്ക് മനസ്സിലാവും. കാരണം നല്ല ഫുഡ് കഴിപ്പിച്ച് വളർത്തിയ അച്ഛനും അമ്മയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജയ അരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മട്ട അരിയായിരുന്നു. അപ്പോൾ മട്ട അരി, ചുമന്ന അരി, എൻ്റെ ചേച്ചിക്കാണെങ്കിൽ ചുമന്ന അരിയാണ് ഇഷ്ടം. പിന്നെ അവിടെ അപ്പനും അമ്മമ്മയ്ക്ക് ഉള്ള സമയത്തൊക്കെ മട്ട അരിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഈ വെള്ളരി കഴിക്കണമെങ്കിൽ അച്ഛൻ്റെ ഹോട്ടലിലെ ചോറ്, അതിൽ ഉപ്പൊക്കെ ഇട്ട ചോറായിരുന്നു കേട്ടോ. ഞാൻ വേവിക്കുമ്പോൾ അങ്ങനെ ഉപ്പിടാറില്ല, പക്ഷേ ചിലർ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നതെന്ന് പറയുന്നുണ്ട് ചോറ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ, ഓക്കെ. അപ്പോൾ ചില സമയത്ത് അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ പോയിട്ടൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ ചോറ്, വെള്ളച്ചോറിൽ ഇങ്ങനെ കറി കഴിക്കുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം, അത് ഈ ചുമന്ന ചോറിൽ ഒഴിച്ചാൽ ആ കളർ അങ്ങോട്ട് കിട്ടില്ല. അപ്പം നമ്മുടെ സൈക്കോ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജയ അരിയാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇച്ചിരി തിള വരാൻ ഇച്ചിരി സമയമെടുക്കും. മറ്റേ സുരേഖ അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തിളച്ച് വരുമല്ലോ. പിന്നെ നമ്മുടെ റേഷൻ അരിയാണെങ്കിൽ പിന്നെ പറയണ്ട, ഇട്ടു തിളച്ചു അപ്പോഴേ നമുക്ക് ഊറ്റാം, അത്രയ്ക്ക് എളുപ്പമാണ്. പക്ഷേ കൊണ്ടുപോകാൻ നേരത്തെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ വീട്ടിൽ നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. കാരണം 1 മണിക്കൂറിലേക്ക് നമ്മുടെ ചോറ് സെറ്റാണ്. പക്ഷേ തലേന്നൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ ഞാൻ ജയ അരി അല്ലെങ്കിൽ സുരേഖ അരിയാണ് യൂസ് ചെയ്യുന്നത്. ജയ പക്ഷേ നല്ല മണി പോലെ അരി കിട്ടും. അപ്പോൾ എന്നെ അമ്മ വഴക്ക് പറയുകയും ചെയ്യും, നീ അരിയാണോ തിന്നുന്നത്, ചോറല്ലേ എന്നൊക്കെ ചോദിക്കും. കാരണം അമ്മമാർക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് അരി വേവണമല്ലോ. അപ്പം നമ്മൾ അത്രയ്ക്ക് എനിക്ക് ഒത്തിരി ഇങ്ങോട്ട് വെന്ത് കുഴയുന്നത് ഇഷ്ടമല്ല, പക്ഷേ കൃത്യം പാകമായിരിക്കും കേട്ടോ. അപ്പം ഈ തെർമൽ കുക്കറിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. കുറേ നാളായിട്ട് അതിലാണ് വെക്കുന്നത്. എനിക്കത് ഭയങ്കര ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം സിമ്പിളാണ്. നമുക്ക് രാവിലെ ഒരു കുക്കറിൽ അരി കഴുകിയിട്ടിട്ട് പെട്ടെന്ന് ഒരു വിസിൽ കേട്ടാലും ചോറാവും, ഊറ്റാം. പക്ഷേ ആ ഒരു അരി എടുക്കുക, നമ്മൾ കഴുകുക, ഇതൊക്കെ ഇടുന്നതിന് ഈ രാവിലത്തെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ തലേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു പണിയാണങ്ങ് കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഈവൻ ഞാൻ ഫ്രൈഡേസിലാണെങ്കിലും സാറ്റർഡേ പോകണ്ടെങ്കിലും ഞാൻ ഫ്രൈഡേ രാത്രി വന്നിട്ട് ഇങ്ങനെ ചോറ് വെച്ചിട്ട് ഇരിക്കാറുണ്ട്. കാരണം പിറ്റേ ദിവസം നമുക്ക് അതിൻ്റെ കാര്യം പിന്നെ ചിന്തിക്കുകയേ വേണ്ടല്ലോ. അങ്ങനെ അപ്പോൾ രാവിലെ മീൻകറി വെക്കാനുള്ള പുറപ്പാടിലാണ്. നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആതിര ടീച്ചറിനോട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ടീച്ചറാണല്ലോ റെസിപ്പി പറഞ്ഞു തന്നെ. ടീച്ചറും ഭയങ്കര സന്തോഷമായി, കമൻസൊക്കെ ടീച്ചറും വായിച്ചായിരുന്നു കേട്ടോ. അപ്പം കോട്ടയം സ്റ്റൈൽ മീൻകറി കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വരുന്നത് സാധാരണ ഒരു തേങ്ങ അരച്ച മീൻകറിയാണ്. ഇത് ഇവിടുത്തെ സ്റ്റൈലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കൊല്ലം, ട്രിവാൻഡ്രം, നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെയാണെന്ന് തോന്നുന്നു വെക്കുന്നത്. എറണാകുളത്തും ഇങ്ങനെയാണെന്ന് തോന്നുന്നു വെക്കുന്നത്, അറിയില്ല. എന്താണെങ്കിലും എറണാകുളം, ട്രിവാൻഡ്രം, കൊല്ലംകാരും ഓരോരുത്തരുടെ ഇത് ഇങ്ങനെ മീൻകറി എവിടെയെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടണേ. അപ്പം ഞാൻ തേങ്ങ അരച്ച് മീൻകറി വെക്കാമെന്ന് വെച്ചപ്പോൾ അയില മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചൂരയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് കൊണ്ട് ഓണം പോലെ അങ്ങനെ അതും മേടിച്ചുകൊണ്ട് വന്നു. കാരണം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പം അവരുടെ എന്തൊക്കെയോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ ആ ചേട്ടൻ ഫുഡ് കഴിക്കാനുണ്ടാവും. അപ്പം നമ്മൾ നല്ല വൃത്തിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. ചേട്ടനും ഒറ്റയ്ക്കാണെങ്കിൽ ഈ മീൻ കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ചേട്ടൻ അങ്ങനെ കഴിക്കില്ല, വലിയ പാടാണ് കഴിക്കാൻ. പിന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളും. പിന്നെ ഞാനാണെങ്കിലും കോളേജിൽ കൊണ്ടുപോകില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാറില്ല. പിന്നെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വെക്കുന്നത്. പിന്നെ രാത്രി വന്നാൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ അങ്ങനെ. അപ്പോൾ ഇതെൻ്റെ തേങ്ങയുടെ അകത്ത് കുറച്ച് ചെറിയുള്ളിയും 2-3 ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് അരച്ച് നല്ല മാഷി പോലെ ആക്കിയിട്ട് കുറച്ച് ഉലുവയും കൂടെ ഞാൻ അരച്ചായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ അരപ്പ് ആദ്യമേ വെള്ളത്തിൽ ഈ മീൻകറിയിലേക്ക് ചട്ടിയിലേക്ക് ഇടുകയാണ്. ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന ചിലരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ള എന്താണെന്നറിയോ, രണ്ടും കൂടി ഒരുമിച്ച്, അതായത് മീനും ഈ അരപ്പും എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കുന്നത്. പക്ഷേ അതെനിക്കെന്തോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിലെ അമ്മയാണെങ്കിലും അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പം എനിക്കതെന്തോ അത് ശരിയാവുമോ, ആ അരപ്പൊക്കെ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. എന്താണെങ്കിലും ഇനി ഒരു പ്രാവശ്യം അങ്ങനെ വെച്ച് നോക്കണം.
പക്ഷെ എനിക്കെന്തോ ഒരു ധൈര്യം പോരാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പം ഞാൻ ആദ്യം അരപ്പൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നത്. മീൻ തലേന്ന് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് തിരികെ വെച്ചിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം തന്നെ നമ്മൾ മീൻ എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അരപ്പ് പുരട്ടി വെച്ചത്. അല്ലെങ്കിൽ ഞാൻ അരപ്പ് അങ്ങനെ പുരട്ടി വെക്കാറില്ല. വെള്ളത്തിൽ മീൻ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും ഫ്രഷായിട്ട് മീൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അമ്മ മീൻകറി മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 ടൈപ്പ് മീനൊക്കെ മേടിക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞെടുത്താൽ അത് നല്ല എന്താ വെള്ളത്തിൽ ഓടിത്തുള്ളി കളിക്കുന്ന മീനിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ പിറ്റേ ദിവസം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ വെള്ളം, ഈ കട്ട വെള്ളം, അതായത് ഫ്രോസൺ ആയിരിക്കുന്ന അതിൽ നിന്ന് ആ മീനൊക്കെ എടുത്ത് തിരിച്ച് വരാനൊക്കെ വലിയ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാഞ്ഞത്. പക്ഷേ നമ്മൾ ഇത് കുറച്ച് മണിക്കൂറുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. രാത്രി 10 മണിക്ക് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 3:30 ഇത് ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഫ്രീസറിൽ തന്നെയാണ് വെച്ചിരുന്നത് മീൻ, അതാക്കുന്നുണ്ട്. അപ്പം അത് മീനും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിളച്ച് വരട്ടെ. അപ്പോൾ ചേട്ടൻ എന്താ പറയുകയാണ്, എൻ്റെ കണ്ണിലെന്തോ പോയി, അതിന് ഞാൻ കണ്ണൊക്കെ ഉരുട്ടി നോക്കുമായിരുന്നു. അപ്പോൾ ദേ ഈ വെക്കുന്നത് പയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പം എനിക്ക് കുനുകുനാന്ന് പയർ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഈ തോരൻ പോലെ ആക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇവിടെ ആയിരുന്നു മെഴുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്യാറ്. ഇത് രസക്കൂട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വ്ളോഗ്സിലൊക്കെ. രസക്കൂട്ട് ഞാൻ തന്നെ തയ്യാറാക്കുന്നതും പിന്നെ ഇവിടെ ഒരു കടയിൽ വാങ്ങിക്കാൻ കിട്ടും, ഒരു സൂപ്പർ മാർക്കറ്റിൽ. അതെപ്പോഴും കാണില്ല, വന്ന ഉടനെ അത് തീരും. അത് ഭയങ്കര രസമായിട്ടാണ്. ഇഞ്ചി എല്ലാം ഉണ്ട്. നമ്മൾ ഈ അരയ്ക്കുന്ന സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്താ പറയുക, ഇതില്ലേ കുരുമുളക്, കറിവേപ്പില ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി നമുക്ക് ഒരു തവണത്തേക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മിക്സിയിൽ അരയ്ക്കേണ്ട സാധനങ്ങളൊന്നും വേണ്ട. ഇതിടുക, തക്കാളി ഇട്ടൊന്ന് വഴറ്റുക. പിന്നെ തക്കാളി കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കമൻറ്റിൽ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് തക്കാളി അരച്ച് ചേർത്താൽ മതി. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പിന്നെ അരയ്ക്കാൻ നിന്നില്ല. പിന്നെ ആ മിക്സി കഴുകാൻ നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് തക്കാളിയായിട്ടും കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മുടെ ഇത്രയും പണി കഴിയുമ്പോഴത്തേക്കും അത് സെറ്റ് ആവാറുണ്ട് സാധാരണ. അങ്ങനെ ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ പുളിവെള്ളം കൂടെ ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ രസം തയ്യാർ. അപ്പോൾ അതേ മീൻകറി കണ്ട തിള നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുടമ്പുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് മീനും കൂടി ഇടാം. മീനും കൂടി ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ സെറ്റാണ്, മീൻകറി സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളി മീൻകറി ആയിരുന്നു. ഇനി നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂട്ടിക്കുറയ്ക്കാം, കുറച്ച് കൊടുക്കാം. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര മീൻ എക്സ്പേർട്ടൊന്നുമല്ല, മീൻകറി എക്സ്പേർട്ടല്ല. പക്ഷെ ഞാൻ വെക്കുന്നത് ഇതുവരെ ഫൗളായിട്ടില്ല, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ രസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കുഞ്ഞൻ ചട്ടിയിൽ നമ്മൾ കുറച്ച് കടുകും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഓൾറെഡി സെറ്റായിട്ടുള്ള കൂട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റിയിട്ട് പിന്നെ തക്കാളി പുളിയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒരുപാട് മെസ്സേജസ് ഉണ്ട് കേട്ടോ. മെസ്സേജസ് വരുന്നതിലും എനിക്ക് വായിക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കഴിയുന്നതിന് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. വണ്ടിയിൽ ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ റിപ്ലൈ ചെയ്യുന്നത്. ഒന്നിലെ രാവിലെ അങ്ങോട്ട് കോളേജിൽ പോകുന്ന സമയത്ത് രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. ആ സമയത്ത് റിപ്ലൈ ചെയ്യും. പിന്നെ തിരിച്ച് വരുന്ന സമയത്തും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം. ഓരോ മെസ്സേജസ് വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര നമ്മളെ അത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ. ഓരോ മെസ്സേജസിലുമുള്ള സ്നേഹം കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അതെ, ഞാൻ പല കമൻസും വീട്ടിലിരുന്നാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വായിക്കാറുണ്ട്. പി എനും ഉൾപ്പെടെ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ പി എക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആണോ അമ്മ എന്നൊക്കെ ചോദിച്ചു, എന്നെ ചോദിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. നമ്മുടെ കഴിഞ്ഞ ഫുഡ് പ്ലാനിങ് വീഡിയോയിലൊക്കെ പി എ മോളെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പി എ മോളുടെ സംസാര രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പി എക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് വാർത്തിട്ടു. അത് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ വാർത്തിടാണ്. അപ്പം ഒരുപാട് ചേച്ചിമാർ ഭയങ്കര കൺസേൺ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കണം, കയ്യിൽ വീഴാണ്ട് നോക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ആ സ്നേഹം കാണുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ അടച്ച് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലങ്ങനെ ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊന്നും ഇടുന്നതൊന്നും ചേട്ടന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ പച്ചമുളക് 2 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കറിവേപ്പിലയും. അപ്പം അതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ചിലപ്പോൾ മഞ്ഞപ്പൊടി ഇടും, ചിലപ്പോൾ മഞ്ഞപ്പൊടി ഇല്ല. വെറുതെ ഇത് വെന്ത് വരുമ്പോൾ തന്നെ സെറ്റാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പർട്ടിക്കുലർ ആളുടെ പേര് ഓർമ്മയില്ല.
എന്തായിരുന്നു പേരുണ്ടായിരുന്നോ എന്ന് തന്നെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, കാരണം കുറച്ച് ദിവസമായ ഒരു കമൻറ്റാണ്. അതായത് മോൾക്ക് നമ്മുടെ ആ കമൻറ്റ് ഇട്ട ആളുടെ മോൾക്ക് ആൾ ജോലിക്ക് പോകുന്നത് ഇഷ്ടമില്ല. അപ്പം ഞാൻ വർക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു മദറാണ്. പക്ഷേ എൻ്റെ മോൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം മോൾ ഒറ്റയ്ക്ക് വന്ന് വീട്ടിലിരുന്നതിന് ശേഷമാണ് അമ്മ വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സങ്കടങ്ങൾ മോൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനിലാണ്. ഞാൻ ജോലിക്ക് ക്വിറ്റ് ചെയ്യണോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ സെയിം സിറ്റുവേഷനിലൂടെ ഞാൻ പോയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് ആണെങ്കിലും എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാ മക്കൾക്കും അമ്മമാർ വീട്ടിലുണ്ടാവുന്നതായിരിക്കും ഇഷ്ടം ഒരു പ്രായം വരെ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് എവിടെയെങ്കിലും പോയാൽ മതിയല്ലോ എന്ന് ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ മോളുടെ പ്രായത്തിലൊക്കെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴത്തേക്കും അവരെ ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചൂടോട് നല്ല പഴംപൊരിയും വടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ്ടം ആയിരിക്കും. അങ്ങനെ അമ്മ തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അമ്മ എന്നെ ടേക്ക് കെയർ ചെയ്യാനുണ്ടായിരുന്നെങ്കിലൊക്കെ ആലോചിച്ചിരിക്കുന്ന കുട്ടികളായിരിക്കും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ പല കുട്ടികളും വൈകുന്നേരം ആഫ്റ്റർ സ്കൂളാണ് ഡേ കെയറിൽ ഒക്കെ പോയിരിക്കാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇപ്പോൾ ലേറ്റായിട്ടുള്ള പാരൻസ്, ഇപ്പം ലേറ്റായിട്ട് വരുന്ന പാരൻസ് ലൈക്ക് ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, ഇങ്ങനെ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എത്രയോ പേര് 7-8 മണിക്ക് വരുന്നവരുടെയൊക്കെ പാരൻസിൻ്റെ ആ കുട്ടികളെയൊക്കെ നമ്മൾ ഏതെങ്കിലും ആഫ്റ്റർ കെയർ ഹോമിലൊക്കെ ആയിരിക്കും കൊണ്ടാക്കുക. എന്നിട്ട് അവിടെ നിന്നായിരിക്കും വന്ന് പിക്ക് ചെയ്യുക. എല്ലാവർക്കും ഗ്രാൻഡ് പാരൻസ് കൂടെ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പം പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എൻ്റെ അടുത്ത് മോളും ഇത് പറയുമ്പോൾ ഞാനും അവളോട് പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴാണ് മോൾക്ക് നമ്മളെ ആവശ്യം. ഇപ്പോൾ ഒരു മേ ബി അവൾക്കൊരു 13, 14, 15 ഇയേഴ്സ് വരെ അവൾക്ക് ഭയങ്കരമായിട്ട് നമ്മളെ മിസ് ചെയ്യുന്നുണ്ടാവും ഈ സമയത്തൊക്കെ. പക്ഷേ ടൈം ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുന്തോറും ഇവർക്ക് നമ്മളുമായിട്ട് ഇവർ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇവർക്ക് ഇവരുടെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവും. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറേ ഹാബിറ്റ്സ് ഇവർ ഡെവലപ്പ് ചെയ്യും. മേ ബി റീഡിങ് ആയിരിക്കും, അതിലവർ പ്ലഷർ കണ്ടുപിടിക്കും. നല്ല ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പാരൻസിൻ്റെ കടമയാണ്. പക്ഷേ ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും മേ ബി പാട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഓരോ ഇൻട്രസ്റ്റുകൾ മാറും. അപ്പം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഭവത്തിൽ നിന്ന് മാറി അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ കൂടും, അവരുടെ ടോക്സ് ആവും, അവരുടെ കാര്യങ്ങളാവും, അവർ വേറെ കുറേ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തും. അങ്ങനത്തെ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇരിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന കുഞ്ഞു മക്കൾ, വളർന്നു വരുന്ന മക്കൾ ഒരിക്കലും നമ്മളോട് പറയില്ല, അവരൊരിക്കലും അത് അംഗീകരിക്കില്ല. ചിലപ്പോൾ അവരൊരു സമയത്ത് പറയായിരിക്കും, എന്തിനാണ് അമ്മ ക്വിറ്റ് ചെയ്തത് ജോലിയെ. ആ സമയത്ത് ചിലപ്പം അവരുടെ കുട്ടികളുടെ കൂടെയുള്ള അമ്മമാരൊക്കെ ഭയങ്കരമായിട്ട് വർക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കും, നല്ല പോസ്റ്റിലും ഡെസിഗ്നേഷനിലും ഒക്കെ ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ചിന്തിക്കാം, എൻ്റെ അമ്മയാണെങ്കിൽ വെറുതെ അങ്ങ് വീട്ടിലിരിക്കുകയാണല്ലോ എന്ന്. ഈ വെറുതെ ഇരിക്കുന്ന അമ്മ ജോലി ക്വിറ്റ് ചെയ്തത് ചിലപ്പം ഈ മോൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ചെറുപ്പത്തിൽ മോളെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും, മോള് സ്ട്രഗിൾ ചെയ്തതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അമ്മ ക്വിറ്റ് ചെയ്തത്. അതൊന്നും ഈ മോൾ അറിയണം എന്നില്ല, അല്ലെങ്കിൽ അമ്മയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അമ്മ അറിയണം എന്നില്ല, അല്ലെങ്കിൽ അമ്മ ഒട്ടും മോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മോൾക്ക് വേണ്ടിയിട്ട് എത്രയോ അമ്മമാർ, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്രയോ പേരാണ് ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് വീട്ടിലിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊന്നും അറിയണമെന്നില്ല. അവരുടെ തെറ്റുമല്ല, കാരണം അവരൊരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് പോലെ അവർ ഈ ഭൂമിയിലേക്ക് വന്നത് അവരെ ആവശ്യപ്പെട്ടിട്ടല്ല എന്ന് പറയുന്നത് പോലെ അവർക്കും തിരിച്ച് പറയാമെന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അമ്മ, എന്തിനാണ് ഞാൻ പറഞ്ഞിട്ട് ജോലി ക്വിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തുകൊണ്ട് ജോലിക്ക് പൊക്കൂടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും അവരൊരു ചോദ്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും അത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം ജോലി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ചോയ്സ് ആയിരിക്കണം. ഒരുപാട് പേർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇഷ്ടം നമ്മൾ സെൽഫായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക. ആരോടും ചോദിക്കരുത്. നമ്മുടെ ഹസ്ബൻഡിനോടോ പാരൻസിനോടോ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഒന്നുമല്ല. നമ്മുടെ കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് വേണ്ടത്. ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിലിരുന്ന് മോളെ നോക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതിലാണോ ഞാൻ ഹാപ്പിനെസ് കാണുന്നതെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. വീട്ടിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിലിരിക്കുന്ന ഒരു ഹോം മേക്കർ എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ 2 ദിവസം വീട്ടിലിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, ഹോം മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ്ലി വീട്ടിലിരിക്കാൻ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും അത് പറ്റില്ല. എനിക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, വർക്ക് ചെയ്യാണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്, അത് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അല്ലാണ്ട് എനിക്ക് ജോലിക്ക് പോകണം എന്ന് തന്നെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഫ്രണ്ട് കമൻറ്റ് ചെയ്ത ഫ്രണ്ട് മോളോട് തന്നെ ചോദിക്കുക, എന്താണ് മോൾ അങ്ങനെ പറയാനുള്ള കാര്യം, മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മേ ബി ഒരു ആഫ്റ്റർ കെയറിലാണ് മോളെ ആക്കുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം. എല്ലാം ചോദിച്ചിട്ട് വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. രാദർ നമ്മൾ ജോലി ഒരിക്കലും ക്വിറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷൻ അല്ലെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നത്. അത് നല്ലൊരു ഓപ്ഷനല്ല. കാരണം
ഭാവിയിൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് മൊമെൻറ്റ് നമുക്ക് എന്താണ് ദൈവം വിധിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പം അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ആ ഒരു പവർ എന്തോ ഒരു ശക്തി ഉണ്ടല്ലോ, അപ്പോൾ എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല, നമ്മുടെ ഡെസ്റ്റിനി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം മേ ബി ഒരു പ്രശ്നത്തിലേക്ക് വന്നാലോ, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യുമെന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാണ്ടായി പോയാലോ, നമ്മൾ ഒറ്റയ്ക്കായി പോയാലോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മുന്നോട്ട് ജീവിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചിട്ട് എപ്പോഴും ചിന്തിച്ചിട്ട് വേണം മുന്നോട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ഹാപ്പിനെസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. മോളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മേ ബി ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും അവൾക്കത് മനസ്സിലാവും. അവൾ പിന്നെ ഒരുപാട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടായിരിക്കും നമ്മളെ കാണുന്നത്. കാരണം അമ്മ എന്നെ നോക്കി, അമ്മ ജോലിയും ചെയ്തു, അമ്മ എല്ലാ കാര്യങ്ങളും ഈക്വലി ചെയ്തല്ലോ എന്നുള്ളത് ഒരു പ്രായമാകുമ്പോൾ അവൾക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ ഒരു ചെറിയ തോട്ടിൽ ഞാൻ പറഞ്ഞതാണ്. ഉചിതമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച് ചെയ്യൂ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട്, രസമായിട്ടുണ്ട്, എല്ലാം ആയത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ചമ്മന്തി പിയൊക്കെ ഇഷ്ടമാണ്. ഈ കട്ട ചമ്മന്തി ചോറിൻ്റെ കൂടെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട്, അതവൾ കഴിക്കുന്നുണ്ട്. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസൻ അപ്പം ആക്കിയിട്ട് ഞാൻ ദോശ ചുടുകയാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള മാത്രം മതി, ബാക്കി മോൾക്കും ഏട്ടന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഏട്ടൻ റെഡിയാക്കി കൊടുത്തോളൂ കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഒരു ഫിഷ് എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മീൻ കറിയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ഫിഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചായ ഇടൽ കഴിഞ്ഞു, ചായ ഏട്ടന് കൊടുത്തു. ഞാൻ ചായ കുടിക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ രാവിലെ ഈ 1 മണിക്കൂറിൽ ഷഡപടേ പണി തീർത്ത് കഴിഞ്ഞാൽ എന്ത് സുഖമാണെന്നറിയോ. അല്ലെങ്കിൽ നമ്മളൊരു വീക്കെൻഡിൽ നമ്മൾ കുറച്ച് നേരം ലേറ്റായിട്ടൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് ഈ പണിയൊക്കെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ അവിടെ അങ്ങനെ ആണോ എന്നുള്ളത്. അതായത് നമ്മൾ കുറച്ചൊന്ന് മടി പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ടൈം കിച്ചണിലായിരിക്കും. അപ്പോൾ എനിക്ക് കിച്ചണിലെ കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും കിച്ചണിലിരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. പെട്ടെന്ന് പണി തീർക്കുക, ബാക്കി നമ്മുടെ പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ. കോളേജിലെ കുട്ടികളുടെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിസർച്ച് റിലേറ്റഡ് വർക്ക് ഉണ്ടാവും, പിന്നെ പാട്ടിൻ്റെ കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എനിക്ക് ബാക്കി സമയം ഇഷ്ടം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ദോശയും കൂടെ ആയി, നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീൻകറിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ മീൻകറി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോട്ടയം മീൻകറിയാണ് വെച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് തേങ്ങ അരച്ച് വെറൈറ്റി ആയിക്കോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാമല്ലോ. അങ്ങനെയാണ് ഇതേ കടുകൊക്കെ വറുത്തിട്ടപ്പോഴത്തേക്ക് മീൻകറി വേറെ ലുക്ക് കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം മീൻകറി ഞാൻ ഇന്ന് ഇങ്ങനെ വെച്ചത് നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കോട്ടയം മീൻ കറി ഓൾറെഡി കണ്ടല്ലോ, ഇനി അത് വെക്കേണ്ട കാര്യമില്ലല്ലോ. അതും സൂപ്പർ ടേസ്റ്റാണ്, ഇതും വേറെ രണ്ട് രീതിയിലുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ റെസിപ്പീസൊക്കെ. പിന്നെ ഒരു മീനെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫ്രൈ ചെയ്യാൻ. ഞാൻ മീൻകറി കൊണ്ടുപോകാറില്ല കോളേജിൽ, അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്രൈയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആക്കി കഴിഞ്ഞാൽ സെറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഹാപ്പി ആയിട്ടിരിക്കും, പോസിറ്റീവായിട്ടിരിക്കും.